സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ മൗനം തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പ്രതിരോധത്തിലാകേണ്ട എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ ഉള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കൂടോത്ര വിവാദം അത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ കേരളം കുറച്ചധികം ദിവസങ്ങളായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കേരളം പുറത്തുവിട്ട ഒരു വാർത്ത കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും മുതിർന്ന നേതാക്കളൊന്നും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ പ്രതികരിച്ചിനി കൂടുതൽ വെട്ടിലാകേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കേരള രാഷ്ട്രീയം വളരെ ഞെട്ടലോടെയും അതിനപ്പുറം ജാള്യതയോടെയും കേട്ട വാർത്തയാണ് കൂടോത്ര വിവാദം. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. അതിന് കാരണം 2024 നിൽക്കുമ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ കേരളം ഇപ്പോഴും, അതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നിന്റെ നേതാക്കൾ തന്നെ അതിൽ വിശ്വാസമുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ്. കൂടോത്ര വീഡിയോയിൽ KPCC അധ്യക്ഷന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതിനുശേഷം കാസർഗോഡ് MP തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനോട് പറയുന്നു. അത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ കൂടോത്രം പോലെ തികച്ചും കാലത്തിന് ചേരാത്ത അന്ധവിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം അനാചാരങ്ങളുടെ വിശ്വാസക്കാരാണ്, അവർ വിശ്വസിക്കുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും ഞെട്ടലോടെ കേരളം കേട്ടത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല KPCC നേതൃത്വത്തിനാകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനാകട്ടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. എന്തു പറഞ്ഞാലും തങ്ങൾക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്, അദ്ദേഹത്തോട് ഈ വാർത്ത വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഞാൻ തന്നെയാണ് ചോദിച്ചത്. കൂടോത്രം വിവാദം, അദ്ദേഹം ആദ്യം എനിക്ക് അതിനെപ്പറ്റി ഒറ്റൊന്നും അറിയില്ല, പ്രതികരിക്കാൻ താല്പര്യമില്ലാതെ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇന്ന് വീണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നിയമസഭയിൽ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം സാധാരണ അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുള്ളതാണ്. അവിടെ അദ്ദേഹത്തോട് വീണ്ടും ഈ ചോദ്യം ഉന്നയിക്കാം. പക്ഷേ എങ്ങനെ മറുപടി പറയുമെന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള നിയമസഭ നേരത്തെ തന്നെ ഈ കൂടോത്രം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ വലിയ വികാരം പ്രകടിപ്പിച്ച നിയമസഭയാണ്. ഒരു നിയമം കഴിഞ്ഞ കുറെ നാളുകളായി അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ്, നിയമസഭയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് സർക്കാർ തലത്തിൽ ആ നിയമത്തിന്റെ പരിശോധന നിയമവകുപ്പിലും ആഭ്യന്തര വകുപ്പിലുമായൊക്കെ നടക്കുകയാണ്. ഇലന്തൂർ നരബലി അടക്കം നടന്ന സമയത്ത് വലിയ ചർച്ച നിയമസഭയിൽ വന്നതാണ്. അന്ധവിശ്വാസങ്ങൾ തടയാൻ കൃത്യമായ നിയമനിർമ്മാണം വേണം, ആർക്കും അതിനുള്ള ധൈര്യം നൽകാത്ത തരത്തിലുള്ള നിയമനിർമ്മാണം വേണമെന്ന് ഈ പ്രതിപക്ഷമടക്കം ഉന്നയിച്ചതാണ്. ഏതായാലും സ്വാതന്ത്ര്യമില്ലാത്ത പ്രതിരോധത്തിലാണ് വിഷയം കോൺഗ്രസിനെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിൽ വന്നു ചേർന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയം ഭരണപക്ഷത്തെ നേതാക്കൾ പലരും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ തന്നെ പരോക്ഷ വിമർശനം, റോഡുകളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് വരുമ്പോൾ അവിടെ റോഡുകൾ പല കാര്യങ്ങൾക്ക് കീറിമുറിക്കാറുണ്ട്, കൂടോത്രത്തിന് പോലും കീറിമുറിക്കുന്നുവെന്ന് പരിഹസിച്ചുകൊണ്ട് പോയിരുന്നു. ഇന്നലെ DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം അതിരൂക്ഷ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിന് ഉന്നയിച്ചിരുന്നു. മന്ത്രി MP രാജേഷ്, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. നിയമസഭ ഇനി 11-ാം തീയതി വരെ തുടരുന്നുണ്ട്. അവിടെ വീണ്ടും വിഷയം ഉയർന്നു വന്നേക്കാം. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ സർക്കാരിലുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയായി കൂടി ഭരണപക്ഷം ഇതിനെ കാണുകയാണ്. ആ രീതിയിലുള്ള ആക്രമണം സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഉണ്ടാകും. നിയമവഴിയിലും തേടുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെയൊക്കെയാണ് ഇത്തരം കൂടോത്രങ്ങൾ ചെയ്തത്, പല സ്ഥലങ്ങൾ KPCC ആസ്ഥാനത്ത്, KPCC അധ്യക്ഷന്റെ മുറിയിൽ, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് പേട്ടയിൽ അദ്ദേഹം നേരത്തെ താമസിച്ചിരുന്ന വാടക വീട്ടിൽ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇത്തരം കൂടോത്ര പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കോൺഗ്രസ് ക്യാമ്പ് തന്നെ പുറത്തുവിടുന്നത്, അദ്ദേഹത്തിനൊപ്പമുള്ളവർ തന്നെ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പരിശോധന ഉണ്ടാകുമോ, അത്തരം കാര്യം നിയമസാധുതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എവിടെ FIR ഇടണം, എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ വരും ദിവസങ്ങളിലും വലിഞ്ഞു മുറുക്കാൻ തക്ക ശക്തിയുള്ള ഒരു വാർത്ത തന്നെയാണ് ഡാൻ കുര്യൻ പുറത്തുവിട്ടത്. അതുതന്നെയാകും വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും കോൺഗ്രസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും രാഷ്ട്രീയ വിഷയമല്ല, പകരം ഏതോ യുഗത്തിൽ ഇരുണ്ട യുഗമെന്നൊക്കെ ആളുകൾ പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ നടന്നുവെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതൊരു അന്ധവിശ്വാസം തന്നെയെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുതന്നെയാണ് എങ്ങനെയാണ് ഇന്ത്യ നയിക്കാൻ
തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷമായ ഒരു പാർട്ടി ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ചോദ്യത്തിനു കൂടി കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം കോൺഗ്രസിനുണ്ടാക്കിയിട്ടുള്ള ജാള്യത അത് ചെറുതൊന്നുമല്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്, വിശ്വസിക്കാൻ പറ്റുന്നത് എന്നതിനപ്പുറം ഇതൊക്കെ പരസ്യമായി സമ്മതിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ച കാര്യം. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് യുവ നേതാക്കളൊക്കെ തന്നെയും ഇവർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ പ്രതിരോധിക്കും, പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വിമർശനങ്ങളെയും ഒക്കെ എങ്ങനെ പ്രതിരോധിക്കും, CPM അടക്കമുള്ള പാർട്ടികൾ ഇതിനെ ആയുധമാക്കുമ്പോൾ അതിനെങ്ങനെ മറുപടി നൽകണം എന്നുള്ളതൊന്നും ഇതിനോടകം തന്നെ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോലും നേതൃത്വത്തിനായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമായിരിക്കുമല്ലോ. ആരാണ് ഈ കൂടോത്രം ചെയ്തത് എന്നത് സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ടാവും. നേതാക്കന്മാർക്ക് ഇടയിൽ അത്തരത്തിലുള്ള സംസാരം പുരോഗമിക്കുന്നുണ്ടാകും. അങ്ങനെയിരിക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ VD സതീശന് നേരെയാണ് ഈ ഒളിയമ്പുകളെല്ലാം പോകുന്നത്. അത്തരത്തിൽ എന്ത് ചർച്ചയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? ഈ കൂടോത്രം ആര് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഈ നേതാക്കന്മാർക്ക് ഓൾറെഡി എന്തായാലും ഒരു ധാരണ ഉണ്ടാകും ആരാണ് എന്നുള്ളത്. അവർ പുറത്തേക്ക് ആ ഒരു പേര് വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല എന്നതായിരിക്കുമല്ലോ വാസ്തവം. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താണ് അതിനുള്ളിൽ, ഈ ആര് ചെയ്തു, ആരാണ് ഇതിന് പിന്നിൽ, ഈ ഗ്രൂപ്പ് പോലെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? അറിയാം, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും അത് അറിയില്ലെങ്കിലും അറിയാവുന്ന രണ്ടുപേർ ഉണ്ട്. അത് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഒന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനാണ്, മറ്റൊന്ന് കാസർഗോഡ് MP രാജമോഹൻ ഉണ്ണിത്താനാണ്. രണ്ടുപേർക്കും ഇത് ആരാണ് ചെയ്യുന്നറിയാം. അത് അവർ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയോ ഒന്നുമല്ല. പകരം ആരാണ് എന്ന് ഈ കൂടോത്രത്തിന്റെ ചെയ്തികൾ മറികടക്കാൻ ഉപദേശിച്ച ആ പരികർമ്മി തന്നെ അല്ലെങ്കിൽ ആ ജ്യോത്സ്യൻ തന്നെ തങ്ങളോട് പറഞ്ഞതായാണ് KPCC അധ്യക്ഷനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും വ്യക്തമാക്കുന്നതുകൊണ്ട് അവർക്ക് അതറിയാം. ആ പേരായിരുന്നു അവർ കൃത്യമായി അറിയാം. പക്ഷേ ആ പേര് പുറത്തു പറയാൻ അവർ തയ്യാറാകുന്നില്ല. പല അഭ്യൂഹങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ പേരടക്കം ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. ആദ്യം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് ഒരു പുതിയ പദം പോലും കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഇത് കൂടോത്ര കൊട്ടേഷനാണെന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൊട്ടേഷൻ എന്ന് ആദ്യം പറഞ്ഞത് ന്യൂസ് 8 സംസാരിക്കുമ്പോൾ VK സനോജാണ്. പിന്നീട് കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അതേ നിലപാട് ആവർത്തിക്കുന്നു. VD സതീശനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട കെ സുധാകരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായ വിപിനോ അല്ലെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കൂടെയുണ്ട് ഇത് കണ്ടെടുക്കുമ്പോൾ വിപിനോ അല്ലെങ്കിൽ രാജ്ഭവൻ MBO ഒന്നും ഇതുവരെയും ഈ പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് പറയാതെ തന്നെയാണ് വിമർശനങ്ങളുള്ളത്. ഏതായാലും പല അഭ്യൂഹങ്ങളുണ്ട്, പല നേതാക്കളുടെ പേരുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് ചില നേതാക്കൾ സ്ഥിരമായി ഇത്തരം കൂടോത്രം ചെയ്യുന്നവരാണെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തന്നെ സജീവമാണ്. കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, വളരെ പ്രധാനപ്പെട്ട പദവിയിൽ നേതാക്കൾ പോലും ഇത്തരം ആഭിചാര ക്രിയകളോട് ആഭിമുഖ്യമുള്ളവരെന്ന വിമർശനം അല്ലെങ്കിൽ ആ ചർച്ചകൾ അടക്കം പറച്ചിലുകൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാണ്. പക്ഷേ ഏതെങ്കിലും നേതാവിന്റെ പേരിൽ ഇതുവരെയും ഇത്തരം ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിൽ നിന്നാരും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇതിന് ഇരയായി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇരയായി എന്ന് അവകാശപ്പെടുന്ന കെ സുധാകരൻ പോലും അത്തരത്തിലൊരു നേതാവിന്റെയും പേരെടുത്ത് പറയാൻ കഴിയില്ല. പല അഭ്യൂഹങ്ങൾ, പല രഹസ്യ ആരോപണങ്ങളൊക്കെ മാത്രമാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നേതാവിന്റെ പേരിലുള്ളത്. അത് ഒരുപക്ഷെ ഇനി അന്വേഷണത്തിൽ കണ്ടെത്തണം. അന്വേഷണത്തിൽ എങ്ങനെ കണ്ടെത്തും, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അന്വേഷണ സംഘം കണ്ടെത്തുമെന്ന കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ ഇത് ഇരയായി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തനിക്കെതിരെയാണ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയണം ആരാണ് ഇത് ഇത്തരമൊരു രീതി സ്വീകരിച്ചത്, രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു കൂടോത്രം സ്വീകരിച്ചത്, അതെന്തുകൊണ്ട് എന്നൊക്കെ മറുപടി പറയേണ്ടത് കെ സുധാകരൻ കൂടിയാണ്. ആര്യ, തീർച്ചയായും VV അരുണാണ് ആ വിവരങ്ങൾ നൽകിയത്. എന്തായാലും KPCC അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി കൂടുതൽ പ്രതിരോധത്തിലാകേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം